ആ, സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പത്രവാർത്തയിലൊക്കെ കണ്ടിട്ട് സാധനമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെയിലൊന്നും പ്രതികരിക്കാതെ പോയതാ. നമ്മളെ കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായിട്ടുള്ള മല്ലിക സാരാഭായി, അവർക്ക് ശമ്പളം വേണമെന്ന് തീരുമാനിച്ചു. അവരെ നിയമിച്ചിപ്പം അവർ ചാൻസലർക്ക് ശമ്പളമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് തീരുമാനിക്കുന്നത് സർക്കാർ. അങ്ങനെ അന്ന് ഈ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം ശമ്പളം വേണമെന്നായി. ശമ്പളം വേണം. മാസം 2 ലക്ഷത്തോളം രൂപയാണ് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ. അതിന് പുറമേ ഉണ്ട് വേറെ എക്സ്ട്രാ. ഇവരെ യാത്രാബത്ത കാര്യങ്ങളൊക്കെ വേറെയാണ് ഉള്ളത്. ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ആലോചിക്കണം. ആരാണ് മല്ലിക സാരാഭായി? അപ്പൊ കാരണഭൂതനാണ് അത് കൊണ്ടുവന്നത്. കാരണഭൂതം കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒന്ന് കൂട്ടിക്കെട്ടാന്ന് എഴുതിയിട്ട് കൊണ്ടുവന്ന. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ എല്ലാ സർവകലാശാലയുടെയും ചെയർമാൻ, ചാൻസലറാണ്. ആ ചാൻസലർ പദവി കലാമണ്ഡലത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചു. കലാമണ്ഡലത്തിലെ ചാൻസലർ എന്ന് പറഞ്ഞിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്തായാലും അവിടെ നിന്ന് 10 രൂപ എടുക്കണില്ല. അതുമല്ല, ചാൻസലർക്ക് പ്രത്യേകിച്ച് റോളും ഇല്ല. ചാൻസലർക്ക് ഒരു മോണിറ്ററിംഗ് മാത്രമേ ഉള്ളൂ. അത് മൂപ്പരെ സ്റ്റാഫ് വഴിയാണ് നടക്കുക. അവിടെ എന്ത് നടക്കുന്നു, കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്സ് കിട്ടുക. അത് അവിടെ നിന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കലാമണ്ഡലത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വിവരങ്ങൾ കൊടുക്കുന്നു. അത് പുള്ളി മോണിറ്റർ ചെയ്യുന്നു. അതിനകത്ത് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ശ്രദ്ധപ്പെടുത്തുക. സാധാരണഗതിയിൽ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകാറില്ല. അത് ഏത് ചാൻസലർമാരും ഏത് ഗവർണർമാരും പോകാറില്ല. പക്ഷെ ഇയാളെ എവിടെന്നെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒഴിവാക്കി എന്നുള്ളതും വരുത്തണം. അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് ഈ മല്ലിക സാരാഭായി. മല്ലിക സാരാഭായി ആരാ? 71 വയസ്സുണ്ട്. കുച്ചിപ്പിടിയുടെയും ഭരതനാട്യത്തിലും ഒക്കെ വളരെ വിദഗ്ധയാണ്. പക്ഷെ അതിലേറെ വൈദഗ്ധ്യം ഡേറ്റിംഗിലാണ്. വിക്രം സാരാഭായിയുടെയും, ശാസ്ത്രജ്ഞനായിട്ടുള്ള വിക്രം സാരാഭായിയുടെയും മൃണാളിനി സാരാഭായിയുടെയും മകളാണ്. അതും ഞാൻ സമ്മതിക്കുന്നു. CPMന്റെ ഇപ്പോഴത്തെ പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലിയുടെ കസിനുമാണ്, അടുത്ത ബന്ധുവാണ്. പക്ഷേ മല്ലിക സാരാഭായി ഈ ഇന്ത്യക്കകത്ത്, ഇന്ത്യൻ കൾച്ചറിനകത്ത് ഡേറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം അത് കൊണ്ടുവന്നതാണ്. അത് ഇന്നത്തെ ന്യൂ ജനറേഷനൊക്കെ ഏറ്റവും താല്പര്യമുള്ളതാണ്. ഡേറ്റിംഗ് ആപ്പുകൾ പോലും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഡേറ്റിംഗ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ മല്ലിക സാരാഭായി കല്യാണം കഴിഞ്ഞ് ഒരു 7 വർഷം കഴിയുമ്പോൾ 2 കുട്ടികളുണ്ടായതിനു ശേഷം പിരിയുന്നു ഭർത്താവുമായിട്ട്. പക്ഷെ ഒരു കൂട്ടു ബിസിനസ് ഉണ്ട്. ഇപ്പോഴും ബിസിനസ് പാർട്ട്നേഴ്സാണ്. പക്ഷെ പിരിയുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇവരെ ഈ ഒരു ലൈംഗികാസക്തി, അതിന് കുറ്റം പറയണില്ല, അങ്ങനെ ഉണ്ടാവും ചിലർക്ക്. അത് കാരണം അതിപ്പോ നമ്മളെ ഗോവിന്ദചാമിക്കും അതുള്ളതുകൊണ്ടാണല്ലോ ഈ ട്രെയിനിൽ വന്ന ഒരു പെണ്ണിനെ തള്ളിയിറക്കിയിട്ട്, സൗമ്യ എന്ന് പറഞ്ഞ കുട്ടീനെ തള്ളിയിറക്കിയിട്ട് തലയ്ക്കടിച്ച് കൊന്നിട്ട് റേപ്പ് ചെയ്തത്. അപ്പൊ ഈ ലൈംഗികാസക്തി എന്ന് പറയുന്ന ആണിനും ഉണ്ടാവും പെണ്ണിനും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടുണ്ടാവുന്ന കുറെ കുഴപ്പങ്ങളുമുണ്ട്. പക്ഷെ ഇയാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇവര് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും വർഷം ഇപ്പൊ ഡേറ്റിംഗ് നടത്തുന്ന എത്ര പേരും കൂടെ ഡേറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഡേറ്റിംഗ് നടത്തുമ്പോൾ പിന്നീട് ഇവരുമായിട്ട് ഒരു സെക്ഷൽ റിലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് വല്ല എയ്ഡ്സും പിടിച്ചാലോ എന്നുള്ള ഭീതി ഉണ്ടാവും. പക്ഷെ ഇവര് എനിക്ക് തോന്നുന്നത് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എടുത്തിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും ഇങ്ങനെ ഡേറ്റിംഗിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഡേറ്റിംഗ് എന്ന് പറയുന്ന സാധനം കൾച്ചർ കേരളത്തിനകത്ത് അല്ല ഇന്ത്യക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. കുച്ചിപ്പിടിയിലും ഭരതനാട്യത്തിലും അല്ല അവർക്ക് എന്തെങ്കിലും ഏറ്റവും വലിയ ദേശീയ അവാർഡ് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് ഇതിനകത്താണ്, ഈ വിഷയത്തിനകത്താണ്, ഡേറ്റിംഗിനകത്ത്. ഞാൻ പറയുന്നത് വളരെ പുരോഗമനപരമായി അക്കാലത്തെ ചിന്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ തലമുറയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഡേറ്റിംഗ് എന്നൊക്കെയുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ശിഷ്യനാവണമെന്നുണ്ട്. കാരണം എനിക്കും ഇപ്പൊ ഡേറ്റിംഗിലൊക്കെ താല്പര്യമുണ്ട്. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. പക്ഷെ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇവരെന്താണ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത്? കലാമണ്ഡലത്തിന്റെ ചാൻസലറായിട്ട് ചുമതല എടുത്തിട്ട് ഇവരെന്താ ചെയ്തിട്ടുള്ളത്? അതും ഒരു ശമ്പളവും ഇല്ല എന്നുള്ള രീതിയിലാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഇപ്പം അവർക്ക് 2 ലക്ഷത്തോളം രൂപ മാസം കൊടുക്കാൻ തീരുമാനിച്ചു. അല്ലാതെ അവർക്ക് കൊടുക്കുന്ന ഒരുപാടുണ്ട്, യാത്രാബത്ത കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് കൊടുക്കുന്ന ഏത് സാഹചര്യത്തിലാണ്? ഇവിടെ ഇവർ പറയാണ് പൈസ ഇല്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല. ഇതും മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലും കൂടെ കൂട്ടുമ്പോൾ 19 ലക്ഷം രൂപ പിന്നെയും വേറെ കൊടുക്കണം ഈ മൃണാളിനി സാരാഭായിക്ക്. ഇവിടെ വന്നിട്ട് ഡാൻസ് പോലും ഫ്രീ ആയിട്ട് കളിച്ചിട്ടില്ലാന്നേ, പൈസ കൊടുക്കാതെ. ഇവര് കുച്ചിപ്പിടിയും മോഹിനിയാട്ടമൊക്കെ പഠിപ്പിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ കഴിവുള്ള ആൾക്കാരുണ്ട്. ഇനി ഇവർക്ക് ചാൻസലറെ മാറ്റണം എന്നുണ്ടെങ്കിൽ, നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ചാൻസലർക്ക് അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉണ്ടാവണം. അവരിടയ്ക്കെങ്കിലും അവിടെ റെസിഡന്റ് ആയിരിക്കണം. അവരവിടെ വന്നിട്ട് നോക്കണം. അങ്ങനെ പൈസ കൊടുത്തിട്ടാണെങ്കിൽ
ഇപ്പൊ ഗവർണർ എന്ന് പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലറായിട്ട് നിൽക്കുക. ഗവർണറെ തള്ളി പറയാൻ വേണ്ടിയിട്ട് മാത്രം ഈ വൃത്തികെട്ട പരിപാടി കൊണ്ടുവന്നിട്ട് പിന്നീട് ഇവർക്ക് ഈ 2 ലക്ഷം രൂപ വെച്ച് കൊടുക്കുക എന്ന് പറയാം. എത്ര രൂപയുടെ ബാധ്യതയാണ്, അധിക ബാധ്യതയാണ് നമുക്ക് വരുന്നത്? നമ്മളെ പൈസയല്ലേ? കെ വി തോമസ് എന്ന് പറയുന്ന കെ വി തോമസ് അല്ല, എന്താണ് അയാളുടെ പേര്, നമ്മളെ തിരുതാ തോമസ് മാഷ്, ഇയാളെ പിടിച്ചിട്ട് ഇയാൾ കോൺഗ്രസ്സുകാർ സാധാരണഗതിയിൽ ഒരാൾക്കും സീറ്റ് കൊടുക്കാതെ ഒഴിവാക്കില്ല. ഒരു സിറ്റിംഗ് എംഎൽഎക്ക് സിറ്റിംഗ് എംപിക്ക് സീറ്റ് നിശ്ചയിക്കാറില്ല ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ. അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിറ്റിംഗ് എംപിയോട്, എറണാകുളത്തുള്ള സിറ്റിംഗ് എംപിയോട് പോയി പണി നോക്ക്, നിങ്ങൾക്ക് സീറ്റില്ല, നിങ്ങൾ ഇനി വേണ്ട ഞങ്ങളൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടണമെന്നുണ്ടെങ്കിൽ എത്ര മോശപ്പെട്ടവനാണെന്നുള്ളത് ആലോചിക്കാലോ. ഒരുപാട് കാലം MLA ആയി, ഒരുപാട് കാലം MP ആയി, സംസ്ഥാന മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, എത്ര രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അയാള് അവസാനം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPM-ന്റെ സഹയാത്രികനായി. ഇയാളൊപ്പം കൂടിയോണ്ട് ഉമാ തോമസിന് 10,000 വോട്ടെങ്കിലും ഭൂരിപക്ഷം കൂടും ചെയ്തു. തൃക്കാക്കരയിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ പ്രകടനം നടത്തിയത് CPM-ന്റെ ഓഫീസിന് മുമ്പിലല്ല, തിരുതാത്തോമ്മന്റെ വീടിന്റെ മുമ്പിലാ. ഇയാൾ ഈ തിരുതാമീൻ കൊണ്ടേ കൊടുത്തിട്ട് ഇത്രയും കാലം സോപ്പിട്ട് നിന്നിരുന്നത്. പിന്നെ ഇയാളെ തിരുതാമീൻ എനിക്കറിയില്ല ക്ലിപ്പ് ഹൗസിൽ കൊണ്ടേ കൊടുക്കാൻ തുടങ്ങിയെന്നുള്ളത്. ഇയാളെ പിടിച്ചിട്ട് ക്യാബിനറ്റ് റാങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി ഡൽഹിയിൽ. ഇയാൾക്ക് സ്റ്റാഫ്, മറ്റുള്ള സൗകര്യങ്ങൾ, എത്ര ലക്ഷം രൂപ അധിക ബാധ്യത ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇവരിവിടെ പറയാം പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പൈസയില്ല, സാധാരണക്കാരന്റെ മേലെ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുക. എന്നിട്ട് കേന്ദ്രത്തോട് കടം കുറച്ചുകൂടി വായ്പ വേണം. കേന്ദ്രം വായ്പ തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വീർപ്പ് കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ഒരു പൈസ പോലും വായ്പ കൊടുക്കാൻ പാടില്ലെന്നേ ഈ തമ്മാടികൾക്ക്. ഒരു പൈസ പോലും കൊടുക്കാൻ പാടില്ല. കാരണം ഇവർക്ക് ഈ തിരുനാത്തോമ്മനെ കൊണ്ടേക്കാനും ഈ മല്ലിക സാരാഭായിക്ക് ഡേറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും കുച്ചിപ്പിടിയെ കുറിച്ച് മോഹിനിയാട്ടത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ക്ലാസ് എടുക്കാനല്ല ഇവർ വരുന്നത്, ചാൻസലർ എന്ന് പറഞ്ഞിട്ട് 5 പൈസ വേണ്ടാതുണ്ടോ വന്നിട്ട് പിന്നീട് ഇപ്പൊ പൈസ വേണമെന്ന് പറയുമ്പോൾ, കത്ത് കൊടുക്കാന്ന് പറയുമ്പോൾ ആ പൈസക്ക് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണല്ലോ കടം ഉണ്ടാക്കണവര്. ഇവര് വിദേശയാത്ര, ഇവരുടെ സൗകര്യങ്ങൾ, 43 ലക്ഷം രൂപയുടെ തൊഴുത്ത്, മറ്റിടത്തോടെ ഏർപ്പാട് നടത്തുക. ഈ മല്ലിക സാരാഭായിയുടെ കോൺട്രിബ്യൂഷൻ കേരളീയ സമൂഹത്തിന് എന്താ? ഞാൻ പറയട്ടെ, ഇവര് ഡാൻസറാണ്, കാര്യങ്ങളൊക്കെയാണ്. ഡേറ്റിംഗ് പോലും ഞാൻ പറയട്ടെ, ഒരു ഇന്ത്യൻ കൾച്ചറിനകത്ത് വലിയ മാറ്റം വരുത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള സംഭവമാണ്. മൃണാളിനി സാരാഭായിയുടെയും വിക്രം സാരാഭായിയുടെയും മകളാണ്. അതെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു, എല്ലാ കാര്യത്തെയും ബഹുമാനിക്കുന്നു. ഡാൻസിലുള്ളവരുടെ മികവിനെ ബഹുമാനിക്കുന്നു. ഡേറ്റിംഗ് എന്ന് പറയുന്നത് സാധനം അവർ കൊണ്ടുവന്നതിനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ഈ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നു, ഡേറ്റിംഗ് ആപ്പുകൾ ഇഷ്ടംപോലെ വരുന്നു. അപ്പൊ അവർക്കൊക്കെയുള്ള വഴികാട്ടിയാണ്, അക്കാലത്ത് ചിന്തിച്ചതാ. പക്ഷേ ഈ ഡേറ്റിംഗ് സുരക്ഷിതമാവും എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടാണ് മറ്റേ പുള്ളി ബിസിനസ്സിൽ ഒരുമിച്ച് പാർട്ട്ണറാണെങ്കിൽ ഇവരെ ഭർത്താവ് എല്ലാം വിട്ടുവന്നു. 2 കുട്ടികളുണ്ടെങ്കിലും 7 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം വിട്ടുവന്നു. ഇവരെ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ കസിനാണ്, സുഭാഷിണി അലിയാണ്, CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്. CPI ആണ് അവരെ ശരിക്കും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അവരൊരു പ്രാവശ്യം MP ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ, കാൺപൂരിലോ മറ്റോ വെച്ചിട്ട് MP ആയിരുന്നു എന്നാ തോന്നുന്നത്. പിന്നീട് അവരോട് തോക്കുന്നത് 89-ലാണ് തോന്നുന്നു, MP ആയിരുന്നു. പിന്നീട് ഇവര് CPM-ആയിട്ട് അടുത്തു. ആ അടുത്തോടുകൂടി അവരെ ഇനിയിപ്പോ ആർക്കാ ദേശീയ തലത്തിൽ ഇനിയിപ്പോ CPM എന്ന് പറഞ്ഞിട്ട് എന്ത് ഗതിയും പരഗതിയുള്ളത്? ഇവർക്ക് അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉണ്ടോ? ഇവരവിടെ വന്നിട്ട് റെസിഡന്റായിട്ട് എപ്പോഴും നിൽക്കുന്നുണ്ടോ? ഇവരൊരു വർഷത്തിൽ എത്ര പ്രാവശ്യം ആ ക്യാമ്പസ് സന്ദർശിക്കുന്നുണ്ട്? ഇപ്പൊ കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ വെള്ളത്തോളുണ്ടാക്കിയൊരു സാധന. ഞാനവിടെ പോവുകയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട് പലവട്ടം. ആദ്യം പോകുന്നത് കോളേജ് പഠിക്കുമ്പോഴാണ്. കോളേജ് പഠിക്കുമ്പോൾ ചെന്നിട്ട് അന്ന് അവിടെ തന്നെ ഉള്ള സ്റ്റുഡൻസിന്റെ അന്നത്തെ SFIക്കാരെ റൂമിൽ താമസിച്ചു. അന്ന് പോകുന്നത് ഞങ്ങളെ കോളേജിലെ ഉദ്ഘാടനത്തിന് വേണ്ടി മഞ്ചേരി NS കോളേജിന്റെ ഈ കോളേജ് ഡേക്ക് വേണ്ടിയിട്ട് ഗസ്റ്റിനെ കിട്ടാനാ. അപ്പൊ കുലം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, പിന്നെ വേറെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ കൂത്തമ്പലുണ്ടല്ലോ, നമ്മളെ മറ്റേ കമലതളം സിനിമയ്ക്കകത്തൊക്കെ ഉള്ള സാധനം, അത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ നരേന്ദ്ര പ്രസാദിനെ കാണുന്നത്, ഭീമൻ ലഘുവിനെ കാണുന്നത്, തിലകനെ കാണുന്നത്, സുരേഷ് ഗോപിയെ കാണുന്നത്, ഭാനുപ്രിയയെ കാണുന്നത്. ഇങ്ങനെ ഓരോരുത്തരെയും കാണുന്നൊക്കെ അവിടെ നിന്നാണ്. ഓരോരുത്തരടുത്തും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, അങ്ങനെ എങ്ങനെ നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് നടക്കൂലെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ നേരെ തൊട്ടടുത്ത് തന്നെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പോകുന്നത്. അവിടുന്ന് ശ്രീനിവാസനെയും ജഗദീഷിനെയും ഇവരെയൊക്കെ കണ്ടിട്ടാണ് പിന്നീട് ഗസ്റ്റിനെ റെഡിയാക്കിയിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ഇത് അവിടെ പോയിട്ട് താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട്, അത് കോളേജ് പഠിക്കുന്ന സമയത്ത്, കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ അവിടെ ക്യാമ്പ് നടത്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ മാർത്തോമ സഭേന്റെ യുവജന സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും മുൻകൈ എടുത്തിട്ടാണ് നടത്തുന്നത്. ഞാനന്ന് അതിന്റെ ഭാരവാഹിയൊന്നുമല്ല.
എന്റെ കൂടെ UEC ആയിരുന്ന ബിനു അതിന്റെ പിന്നെ ഭാരവാഹിയായിരുന്നു. പിന്നെ ഒരു എബ്രാം മാത്യു അച്ഛൻ എന്ന് പറയുന്ന അച്ഛനുണ്ടായിരുന്നു. നമ്മൾ കലയെ അറിയുക എന്നുള്ളതായിരുന്നു, ക്ഷേത്രകലകളെ അറിയുക. അങ്ങനെ ഈ മാർത്തോമ സഭയ്ക്കകത്തുള്ള യുവജനങ്ങളുടെ ഒരു പിന്നെ ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ചു. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ്. 2 ദിവസത്തെ ക്യാമ്പാണ്. ആദ്യത്തെ ദിവസം രാവിലെ അവിടെ ചെല്ലുന്നു, അന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നു, പിറ്റേന്ന് ഉച്ച കഴിയുമ്പോൾ പിരിയുന്നു. അങ്ങനെയാണ്. അപ്പം എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുന്ന കാര്യങ്ങൾ, ക്ഷേത്രകലകളെ അറിയുക എന്നുള്ള രീതിയിൽ, ഹൈന്ദവ ക്ഷേത്രകലകളെ അറിയുക എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പിന്നെ ഒരു കുറച്ചുകൂടി വിഷണറി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഇവർ ഇത്രയും കാലം ചുമതല ഏറ്റെടുത്തിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? കലാമണ്ഡലത്തിനെ നവീകരിക്കാൻ എന്തെങ്കിലും സംഭാവന ഉണ്ടായിട്ടുണ്ടോ? ഈ ചാൻസലർ ആണെങ്കിൽ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കാതെ ഈ പരിപാടി നടക്കുമായിരുന്നല്ലോ. ചാൻസലർ അവിടെ പോയിട്ട് സിറ്റിംഗ് ഫീസ് പോലും മേടിക്കില്ല എന്നുള്ള നമുക്ക് ഉറപ്പല്ലേ? ആരിഫ് മുഹമ്മദിനെ കുറിച്ച് അത് നമുക്ക് 100% ഉറപ്പാണല്ലോ. എന്നിട്ട് ഇവര് പിന്നെ പോയിട്ട് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഇയാളെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മാറ്റാൻ അവർക്ക് മാറ്റാൻ പറ്റുള്ളൂ. ബാക്കിയിടത്തുനിന്ന് ഒന്നും മാറ്റാൻ പറ്റൂല. ബാക്കിയിടത്ത് മുഴുവൻ മൂപ്പര് കേസിൽ പോകും. പിന്നെ നിയമപ്രകാരം ഇവർക്ക് മാറ്റാൻ കഴിയില്ല. ഈ പൊട്ടന്മാർ കാണിച്ചിട്ടുള്ള തോന്നിയാൽ ആലോചിക്കും. ഇനി ഇപ്പൊ ഇവർക്ക് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരാളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ അവൈലബിൾ ആയ ഒരാളെ കൊണ്ടുവരണ്ടേ? ഇടയ്ക്കെങ്കിലും പോയിട്ട് ആ കലാമണ്ഡലത്തെ കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഏറ്റവും വലിയ പിന്നെ പൈതൃകത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സാധനമല്ലേ ഈ കുച്ചിപ്പിടിയും മോഹിനിയാട്ടവും കഥകളിയും ബാക്കിയുള്ളതും എല്ലാം. ശരിക്കും പറഞ്ഞ കലാമണ്ഡലം പിന്നെ ആരെയായിരുന്നു? പെരുവനംകുട്ടന്മാരാരെയാണോ പിന്നെ മറ്റേ അവരെ ആരെയാണോ അന്ന് ആൾക്കാരവിടെ സജസ്റ്റ് ചെയ്തിരുന്നു പലരും. വേണ്ട, കുച്ചിപ്പിടിയും പെണ്ണുങ്ങൾ തന്നെ വേണമെന്ന് കാരണബോധന നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡോക്ടർ നീന പ്രസാദ് ഇല്ലേ, അവര് ഡാൻസിന് പിന്നെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളല്ലേ. വേണ്ട, മേതിൽ ദേവികയില്ലേ, എന്തോ ഒരു പിന്നെ എനർജറ്റിക്കാണ്, നല്ല ദീർഘവീക്ഷണമുള്ള ആളല്ലേ മേതിൽ ദേവിക. നമ്മളെ മുകേഷിന്റെ മുൻ ഭാര്യ, നടൻ മുകേഷിന്റെ 2ാം ഭാര്യ. വേണ്ട, ഇതൊന്നുമില്ല. SFI കൂടി കടന്നു വന്ന പിന്നെ യാഥാസ്ഥിക മുസ്ലിം സമൂഹത്തോട് മല്ലടിച്ച് വന്നിട്ടുള്ള VP മനസ്സിയില്ലേ, അവർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. അവള് ചെന്നൈയിൽ നിന്ന് MA മൂന്നായിടത്തിലാണോ കുച്ചിപ്പിടിയിലാണോ ഇതിലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ബന്ധമുള്ള കുട്ടിയാണ്. അതുമല്ല പിന്നെ അവള് മതവും ജാതിയും നോക്കാതെ കല്യാണം കഴിച്ച് വളരെ മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. അവളെ കൊണ്ടു, അവൾക്കും ഡോക്ടറേറ്റ് ഉണ്ട്. ഇവരാരെയും കൊണ്ടൊന്നും ഏൽപ്പിച്ചുകൂടായിരുന്നു. എന്നാൽ ഇവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോകുമല്ലോ. ഇവർ കൊല്ലത്തിൽ ഏതെങ്കിലും 1-2 ദിവസം വരും ഇവർക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ. ഇവരെ കൊണ്ട് ഈ മോഹിനിയാട്ടം, ഞാൻ പറഞ്ഞില്ല, ഇവിടെ മോഹിനിയാട്ടം കുച്ചിപ്പിടിക്കോ ഒക്കെ പിന്നെ മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ട്. പിന്നെ ഡേറ്റിങ്ങിനെ കുറിച്ച് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാർ പിന്നെ ഇപ്പൊ ഈ യൂത്ത് കമ്മീഷൻ ഉണ്ടാക്കിയ മാതിരി ഒരു ഡേറ്റിംഗ് സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു കമ്മീഷൻ ഉണ്ടാക്കുക. എന്നിട്ട് എങ്ങനെ കേരളീയ യുവത്വത്തെ ഡേറ്റിംഗിലേക്ക് നയിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു പിന്നെ ക്ലാസ്സൊക്കെ അവരെ കൊണ്ടെടുത്ത് ബോധവൽക്കരണം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ വേണമെങ്കിൽ ബജറ്റിൽ കുറച്ച് പൈസ വെക്കട്ടെ, കുഴപ്പമൊന്നുമില്ലാന്നേ. ഇയാൾക്ക് ഈ വയസ്സുകാലത്ത് ഡേറ്റിംഗ് നടത്തുന്ന ആൾക്കാരെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇയാൾക്ക് വേണ്ടി മെഗാ തിരുവാതിര കളിച്ചല്ലോ, കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ട്. ആ മെഗാ തിരുവാതിര കളിച്ച അതിന് ലീഡർഷിപ്പ് കൊടുത്ത അത് ക്ലാസ് എടുത്ത ഒരാളെ പിടിച്ചിട്ട് ഇതിന്റെ ചാൻസലർ ആക്കിക്കോട്ടേന്നേ. കേരളത്തിലുള്ളതല്ലേ, ചെറിയ പൈസ കൊടുത്താൽ പോരെ. 2 ലക്ഷം റുപ്യ എപ്പോഴും കൊല്ലത്തിൽ ഒരു വട്ടം വരുന്നതിന് മാസം 2 ലക്ഷം റുപ്യ. 5 പൈസന്റെ ഗുണം പിന്നെ കലാമണ്ഡലത്തിന് ചെയ്തിട്ടില്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് തന്നെ സംസാരിക്കുന്നത്. തോമസിന് പൈസ കൊടുത്ത മാതിരി ഇവരിങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇവർ കുച്ചിപ്പിടി വിദഗ്ധയാണ്, മോഹിനിയാട്ടം വിദഗ്ധയാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടിരുന്നത്. അത് കാരണം പറയാ. അപ്പൊ ഇവരിനിയിപ്പോ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമപരമായി അത്രയും പോരടിച്ചതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് കാർഷിക സർവകലാശാലയുടെ ചാൻസലറായിട്ട് കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പിടിച്ചിടുമല്ലോ. ഇവരെ കർഷക സംഘത്തിലുള്ള ജില്ലാ പ്രസിഡന്റുമാരോ സംസ്ഥാന പ്രസിഡന്റുമാരോ സംസ്ഥാന സെക്രട്ടറിമാരോ ജില്ലാ സെക്രട്ടറിമാരോ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ ഒരൊറ്റ ഒന്നുപോലും മര്യാദയ്ക്ക് പിന്നെ കൃഷി ചെയ്യുന്നവരല്ല. ഇവരെ കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ തൂമ്പെടുത്ത് കളിച്ചിട്ടില്ലാത്തവനാ. അത് നിങ്ങൾ ആലോചിക്കണം. ചുമട്ടുതൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ പിന്നെ 1 കിലോ അരി കൈ പിടിച്ചിട്ടില്ലാത്തവനാ. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ പൈസയ്ക്ക് ഇവരെ ഓരോ സ്ഥാനത്ത് അവരുടെ പൈസയുടെ ഒരു പിന്നെ അവര് പണിയെടുക്കുന്നതിന്റെ ഒരു ഓഹരി തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇരുത്തുക. ആലോചിച്ച് നോക്ക് നിങ്ങള്. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പിന്നെ സത്യവിരുദ്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ടല്ലോ, CPM ആയിട്ട് ബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇവര്
ഇപ്പൊ JV വിളനിലം, ഡോക്ടർ JV വിളനിലം പിന്നെ പണ്ട് ഇവിടെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായപ്പോൾ ഭയങ്കര സമരം നടത്തിയ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഗോപാലേട്ടൻ കുളിച്ച് വന്ന മുദ്രാവാക്യം വിളനിലമെന്ന പുലിക്കുട്ടി കേക്കരുണന്റെ അല്ല വിളനിലമെന്ന പുലിക്കുട്ടി കേക്കരുണന്റെ ചുണക്കുട്ടി ഞങ്ങൾക്കവനൊരു എലിക്കുട്ടി. വിളനിലം രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് ഇവർ ഈ തോന്നിയാസം കാണിക്കുന്നത്. അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ നമ്മൾ ഏറ്റുപിടിച്ച് പിന്നെ വന്നതാ. അതുകൊണ്ടാണ് ഇതിനകത്ത് സങ്കടം ഉണ്ടാവണേ. ശിവദാസനെ പിടിച്ചിട്ട് നമ്മളെ ഡോക്ടർ ശിവദാസൻ ഉണ്ടല്ലോ, ഇവിടെ രാജ്യസഭാ മെമ്പർ, CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറുവാ. മൂപ്പരെ പിടിച്ചിട്ട് ഇവർ കണ്ണൂർ സർവകലാശാലയുടെ ചാൻസലർ ആക്കി ചെയ്യുന്നുള്ളൂ. എല്ലാ സർവകലാശാലയ്ക്കും ഓരോ ചാൻസലർ വെക്കുക, എന്നിട്ട് എല്ലാവർക്കും പൈസയും കൊടുക്കുക, ഓരോരുത്തർ അക്കോമഡേറ്റ് ചെയ്യുക. ചിന്താ ജയറാമിന് യൂത്ത് കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് 1 ലക്ഷം രൂപ മാസം കൊടുത്ത മാതിരി, KV തോമസിന് ഇപ്പൊ എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കണ മാതിരി. എന്നിട്ട് കേന്ദ്രത്തിനോട് വായ്പ ചോദിച്ചു കൊടുക്കുക. കേന്ദ്രം പൈസ കൊടുക്കാനൊന്നുമില്ല, കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ട്. നിർമ്മല സീതാരാമൻ അങ്ങനെ ഇവർ ചോദിക്കുമ്പോഴെല്ലാം എടുത്തു കൊടുക്കാൻ നിൽക്കുകയല്ല. നിർമ്മല സീതാരാമന് ബാലഗോപാലിന്റെ മാതിരിയും തോമസ് ഐസക്കിന്റെ മാതിരിയും പിന്നെ ഇവർ ഈ സംസ്ഥാനത്തെ കുപ്പിലിറക്കണ മാതിരി രാജ്യത്തെ കുപ്പിലിറക്കാൻ താല്പര്യമില്ല. എവിടെ കൊടുക്കണം എവിടെ കൊടുക്കണ്ട, അങ്ങനെ ഫ്ലെക്സിബിൾ ആവില്ല. വഴിവിട്ട മാർഗത്തിലൂടെ ഒന്നും ചെയ്യില്ല നിർമ്മല സീതാരാമൻ. അവര് സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ള ആളാ. അവരുടെ ഹസ്ബൻഡും ഇവര് സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും പിന്നെ ഇവര് പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു. പാറക്കാല പ്രഭാകരമായിട്ട് ഇവർ തമിഴ്നാട്ടുകാരിയാണ്, അവരുടെ ഹസ്ബൻഡ് ആന്ധ്രക്കാരനാണ്. നിർമ്മല സീതാരാമൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെയാണ് MPhil എടുക്കുന്നത്. അപ്പൊ അവർക്കറിയാം ഞാൻ ഒരു സെക്കൻഡ് ഞാനൊന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ ഈ നാടിനെ കുളം തോണ്ടുന്നുള്ളത്. അങ്ങനെ കുളം തോണ്ടിയതിന്റെ ഫലല്ലേ ഐസക്കും ബാലഗോപാലും എല്ലാം കൂടി കുളം തോണ്ടിയതിന്റെ ഫലല്ലേ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. എന്നിട്ട് കൈ നീട്ടി അവിടെ ഇങ്ങനെ നിൽക്കുക. വേറെ ഒരു സ്റ്റേറ്റും പോയിട്ട് കൈ നീട്ടുന്നില്ലല്ലോ, എനിക്ക് ഇടയ്ക്കൊരു കോള് വരുന്നുണ്ട് ജമ്മുവിൽ, അതാണ് പ്രശ്നം. അപ്പൊ പിന്നെ അതേമാതിരി തന്നെ ഇവര് ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ചാൻസലറായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ മറ്റേ പാലൂര് ബോംബുണ്ടാക്കിയ ടീമിനെ പിടിച്ചാക്കണം. കാരണം ഇത്ര വലിയ ടെക്നോളജി ഇവിടെ രാജ്യങ്ങളല്ലാതെ ഇപ്പോ ഇന്ത്യ, പാകിസ്ഥാന്, റഷ്യ, അമേരിക്ക, ഫ്രാൻസ് രാജ്യങ്ങൾക്ക് ഈ ന്യൂക്ലിയർ ടെക്നോളജി ഉണ്ട് കയ്യിൽ. അല്ലാതെ ഒരു സംഘടന എന്ന രീതിയിൽ ഈ ടെക്നോളജി അറിയാവുന്ന ആൾക്കാർ, വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഐസിസിന് പോലും ഉണ്ടായിരുന്നില്ല. ഈ ഹമാസിന് പോലും ഇല്ല. ഹമാസിന് ഇറാനും പോലൊക്കെ കൊടുക്കണം ബോംബ്. പക്ഷെ കേരളത്തിന് CPMന്റെ ആൾക്കാർക്ക് ഈ ടെക്നോളജി അറിയാം. അപ്പൊ ആ പിന്നെ ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്ന കണ്ണൂരിലെ ഒരാളെ പിടിച്ചിട്ട് ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും കൂടി ചാൻസലറാക്കണം. അതാത് മേഖലയിലുള്ള വൈദഗ്ധ്യമാണ്. ഇപ്പൊ ഇവര് ഡാൻസ് കളിക്കുന്നതുകൊണ്ടാണല്ലോ ഇവരെ കൊണ്ടാക്കിയത്. ഞാൻ പറയണത് ഇവര് ഡേറ്റിംഗിന്റെ ഒരു ഉപജ്ഞാതാവ് എന്നുള്ള രീതിയിൽ അവരെ കൊണ്ടാക്കിയെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ ഇപ്പോഴും. അതിന്റെ ബെനിഫിഷ്യറി ആരാണെന്നുള്ള കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ സംശയം തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ പ്രോസ്റ്റേറ്റിക് ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്തായാലും അതുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പിന്നെ അതിലേക്കൊക്കെ നയിച്ചത് ഈ കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിന് മുമ്പ് വല്ല ഡേറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ഈ ലൈംഗിക രോഗങ്ങൾ പലതും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പലതും വരുന്നത് പല വഴിവിട്ട ബന്ധങ്ങളിൽ കൂടി തന്നെയാണ്. അത് വെറുതെ ഒന്നും വരുമൊന്നുമില്ല. ആർക്കാണെങ്കിലും, എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും, HIV ആണെങ്കിലും വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിലും ഒക്കെ, ഈവൺ അവിടെ എന്ത് പിന്നെ അസുഖമാണെങ്കിലും, വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണെങ്കിൽ പോലും പറയില്ല. അതേപോലെ തന്നെ ഇനിയിപ്പോൾ മറ്റേ ഈ വെറ്റിനറി സർവകലാശാലയുടെ ചാൻസലറായിട്ട് നമുക്ക് ക്ലിഫ് ഹൗസ് തന്നെ ഉണ്ട് ആള്, മരപ്പട്ടീൻ്റെ അവിടെ. കാരണം വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, മരപ്പട്ടിയിലും മൃഗമാണല്ലോ. എന്ത് തോന്നിയാസ കാട്ടണവര്. മല്ലിക സാരാഭായിക്ക് 2 ലക്ഷം വെച്ചിന് കൊടുക്കാൻ തീരുമാനിച്ചു. ആദ്യം 5 പൈസയും വേണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവരിവിടെ എപ്പോഴെങ്കിലും വരുന്നത്. വർഷത്തിൽ 24 ലക്ഷം അങ്ങനെ തന്നെ, അല്ലാതെയുള്ള ചെലവുകൾ വേറെ, മുൻകാല പ്രാബല്യത്തോടെ 19 ലക്ഷം രൂപ അതിന്റെ ബാധ്യത. എന്നിട്ട് പിന്നെ KV തോമസിന് വേറെ സൗകര്യങ്ങൾ. എന്നിട്ട് ഈ മരപ്പട്ടികളൊക്കെ കൂടി പിന്നെ കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ പാവങ്ങളുടെ ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരുക. ഇവിടുത്തെ മനുഷ്യനെ നികുതി കൊണ്ട് ബുദ്ധിമുട്ടിക്കുക. അടച്ചിടുന്ന പ്രവാസികളുടെ വീടുകൾക്ക് നികുതി.
ഏതെങ്കിലും നാട്ടിൽ കേട്ടിട്ടുണ്ടോ അടച്ചിട്ട സ്ഥാപനങ്ങൾക്ക് നികുതി? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാരസിറ്റാമോളിന് വരെ നികുതി. പാവപ്പെട്ട മരുന്നിന് നികുതി ഏർപ്പെടുത്താൻ പാടില്ല, മെഡിക്കൽ ഷോപ്പിന് നികുതി ഏർപ്പെടുത്താൻ പാടില്ല. മെഡിക്കൽ ഷോപ്പുകാരോട് വില കുറച്ച് കൊടുക്കാൻ പറയണം. ആ നികുതിയും പിന്നെ ഇതും എല്ലാം കൂടി പിന്നെ ഒഴിവാക്കിയിട്ട് MRPക്കകത്ത് ഇത്രയും വ്യത്യാസം വരുത്തണം എന്നുള്ള കർശനമായിട്ടുള്ള നിബന്ധന വെക്കണ്ടേ? ഈ ലീഗൽ ആൻഡ് മെട്രോളജി വകുപ്പുകാർ പലർക്കും ഇടപെടുന്ന പോലെ തന്നെ ഇതിനകത്ത് പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളും ബാക്കിയുള്ള സ്ഥാപനങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും ഇടപെട്ടിട്ട് മനുഷ്യൻ മരുന്ന് മേടിക്കാൻ പോകുമ്പോൾ എന്തിനാ നികുതി കൊടുക്കേണ്ടത്? മനുഷ്യൻ ശമ്പളം കിട്ടിയാൽ നികുതി കൊടുക്കണം, മനുഷ്യന് പിന്നെ ലോട്ടറി അടിച്ചാൽ നികുതി കൊടുക്കണം, വീടിന് നികുതി കൊടുക്കണം, പിന്നെ മേടിക്കുന്ന വണ്ടിക്ക് നികുതി കൊടുക്കണം, എല്ലാവരും നികുതി കൊടുക്കണം, മേടിക്കുന്ന പെട്രോളിന് നികുതി കൊടുക്കണം, വാങ്ങുന്ന അരിക്ക് നികുതി കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അസുഖം വരുമ്പോൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് മേടിക്കുന്ന മരുന്നിനും കൂടി നികുതി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു തോന്നിയാസാ! ഇതൊക്കെ എന്ത് സിസ്റ്റമാണ്? എന്ത് വെൽഫെയർ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനുണ്ടാക്കിയത്? എന്നിട്ട് ഇവർ വലിയ പിന്നെ എന്താ പറയുക സാമ്രാജ്യത്തെ വിരുദ്ധതയെ സോഷ്യലിസം ഒക്കെ പറയും. വലക്കെ വല സോഷ്യലിസം. ശരിയെന്നാ കലിപ്പ് തീർന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. മല്ലിക സാരാഭായിക്ക് 2 ലക്ഷം ഇനി കൊടുക്കാൻ പോവുക. എടുത്ത് ദൂരക്കാടോ. ആ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പൈസ ഇല്ലാത്തവിടുത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തോളൂ. നിങ്ങളെക്കാളൊക്കെ കഴിവുണ്ട് അയാൾക്ക്. അയാൾ എന്തായാലും ഒരു 5 പൈസയും കക്കാനും പിടിക്കാനും വരുന്നില്ല. അയാൾ ഈ കാലം വരെ ഇവിടെ ജീവിച്ചപ്പം പിന്നെ നമുക്കറിയാം ഒരു ഗവർണർ ഇടപെടാത്ത പോലെ ജനകീയ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ യഥാർത്ഥ രക്ഷകൻ എന്ന് പറയുന്ന അയാളാ. സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി, വിസ്മയെ ആത്മഹത്യ ചെയ്തപ്പോ വിസ്മയുടെ വീട്ടിലെത്തി. ആലുവയിലുള്ള എന്റെ സുഹൃത്ത് ദിൽഷാദ് ഖാന്റെ മോള് മോഫിയ പർവീൻ ആത്മഹത്യ ചെയ്തപ്പം LLB വിദ്യാർത്ഥിനിയായിരുന്നു. ഭർത്താവിന്റെ പീഡനക്കാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ അവിടെ എത്തി. ദിൽഷാദ് എപ്പോഴും പറയും, എനിക്കിവിടെ മുഖ്യമന്ത്രി ബാക്കിയുള്ളവർ ഒരുത്തരും വന്നാലല്ല എനിക്ക് ഇത് പിന്നെ വന്നപ്പോൾ നമുക്കൊരു ഇത് തോന്നിയത് മൂപ്പര് വന്നപ്പോഴാണെന്ന്. എടവണ്ണയില് പിന്നെ പിതാവ് നഷ്ടപ്പെട്ട പെൺകുട്ടികളടുത്ത് പോയിട്ട് പറഞ്ഞത് മക്കളെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാ ആ ജയൻ VK എന്ന് പറയുന്ന ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, പോടാ മോനെ. കാരണങ്ങളോടെ പറയണ്ടേ, ഇറങ്ങിപ്പോടാന്ന് പറയണം. ഇറങ്ങിപ്പോടാ നായിന്റെ മോനെന്ന് പറയേണ്ടത്, വെറും പോനെന്നല്ല, നായിന്റെ മോനെന്ന് പറയണം കേട്ടോ. നിങ്ങൾ കമ്മികൾക്ക് വിവരം എന്ന് പറയുന്നത് 5 വയസ്സിൽ അടുത്തുകൂടി പോയിട്ടില്ല. അതിന്റെ പ്രശ്നം അത് സഖാക്കളാണ് അത്രേ. നിങ്ങളൊക്കെ എവിടുത്തെ സഖാക്കളാ? എനിക്കറിയാവുന്ന ഒരു സഖാക്കൾ ഇങ്ങനെ പറയുന്നില്ല. ബോധമില്ലാത്തവന്മാര് തെറി വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോക്കകത്ത് ഇങ്ങനെ പിന്നെ തെറിയൊന്നും ഇതായിട്ട് എനിക്കറിയില്ല. സംഭവം ഒരു കഞ്ചാവ് അടിച്ച് എഴുതിയതാണ്. ഏംഗൽസും മാർക്സും കൂടി അന്നെന്ന് വെച്ചാൽ അവിടെ ഇത് പിന്നെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അവിടെ അത് ലീഗലി പിന്നെ ലോവഡാണ്. രണ്ടുപേരും കൂടി ഇരുന്ന് പുകച്ച് അങ്ങനെ എഴുതിയൊരു സാധനമാണ്. അത് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ എഴുതിയിട്ടുള്ളതാണ്, ഏംഗൽസും മാർക്സും കൂടി. അന്ന് അവർ കഞ്ചാവ് അടിച്ച് അവിടെ ഇരുന്ന് എഴുതിയ സാധനം ഇവിടെ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്റെ പൊന്ന് ജയൻ സഹോദര, നിങ്ങളൊക്കെ അതൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഫേക്ക് ഐഡി അല്ലെങ്കിൽ ഓക്കെ, സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, അവനോട് തലകൊണ്ട് ചിന്തിക്കുക. അല്ലാതെ ഈ കാരണഭൂതനും പിന്നെ മേലെന്ന് അപ്പമാഷ് പറയണ മാതിരി എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളല്ല നിങ്ങൾ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് പറയുക. ഒരു ആർക്കും തിരിയാത്ത ഭാഷയിൽ സംസാരിക്കുക. പി രാജീവ് തന്നെ. ഇവരിൽ ആരാ മലയാളത്തിൽ സംസാരിക്കുന്നവര്? ജയിക്കിനിപ്പോ കാണാനില്ല. ജയിക്കും എന്നാ പറഞ്ഞത്. ജയിക്ക് വന്നിട്ട് വിമാനത്താവളത്തിന്റെ വില എത്രയാന്ന് ചോദിച്ചു. മറ്റേടത്ത് ഓരോ പൊട്ടന്മാര്. നിങ്ങളെ വിചാരം നിങ്ങൾ ബുദ്ധിജീവികളാന്നാ? നിങ്ങൾ ശരിക്കും കോമാളികളാണെന്നേ. നിങ്ങളുടെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ കോമാളികളാ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന മാതിരി സാധാരണ മലയാളത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒറ്റ നേതാവിനെ കൊണ്ടുപോകാം അതിന്റെ മുമ്പിൽ. അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ ഇന്റർവ്യൂ ഇരുന്ന് തരാൻ പറ. ഇവിടെ BJPക്കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ. CPM-നകത്ത് ഒറ്റ ഒരുത്തന് ഈ റജി ലൂക്കോസിനെ പോലുള്ള ആൾക്കാരെ വിട്ടുകളാ. അവരൊക്കെ ഇപ്പോൾ പിന്നെ നമ്മള് പിന്നെ അഡ്വക്കേറ്റ് അസ്കറും പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിട്ടുകളാ. അവരെ പിന്നെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാരല്ല. അവരൊക്കെ എപ്പോൾ വിളിച്ചാലും വേണമെങ്കിൽ വരും, അത് വേറെ കാര്യം. അവരുമായിട്ടെല്ലാം പിന്നെ നമുക്ക് യാതൊരു വിരോധവുമില്ല. കാരണം അവർ പാർട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ ആത്മാർത്ഥമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതേ ഉള്ളൂ, സംസാരിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ വിചാരം എന്താ?
ഇവന്മാര് വലിയ കുണാണ്ട്രന്മാരാന്നാ. ഇവരിൽ പച്ച മലയാളത്തിൽ, സാധാരണ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഒന്നിനെ കാണിക്കേ. സുഖക്കളി ഗ്ലോബലൈസേഷന്റെയും ലിബറലൈസേഷന്റെയും ഒരു കാലഘട്ടത്തിൽ നാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സന്ദേശം സിനിമയിലെ കാലത്ത് നിന്ന് ഞാനിപ്പോഴും പറയുന്നു, കാലാതീതമായ ഒരു സ്ക്രിപ്റ്റാണ് ശ്രീനിവാസന്റെ സന്ദേശം സിനിമ. ആ കാലത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു പ്രസ്ഥാനമാണ് CPM എന്ന് ഞാൻ വീണ്ടും 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 പറയും. ഞാൻ സ്ക്രിപ്റ്റ് ഇല്ലാതെ പറയണം, നിങ്ങളടുത്ത് ഒരു പേപ്പർ നോക്കാതെ പറയണേ. നിങ്ങളുടെ ഏതെങ്കിലും ഒരുത്തരുണ്ടെന്നുണ്ടെങ്കിൽ വാ നേരിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനടിയിൽ വീഡിയോ ചെയ്യേ. ഞാൻ ഈ പറയണ പോലെ തന്നെ ചെയ്യണം, അല്ലാതെ നോക്കി വായിക്കരുത്. കാരണബോധം കാണിക്കണ മാതിരി നോക്കി പ്രസംഗിക്കരുത്. മറ്റേ ആൾ പറഞ്ഞ മാതിരി എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളല്ല, നിങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാനെന്നൊന്നും പറയരുത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അമ്മാതിരി കടുകട്ടി ഭാഷയൊന്നും പറയരുത്. സംസ്കൃതത്തിൽ സംസാരിക്കരുത്, മലയാളത്തിൽ സംസാരിക്കുക. മനുഷ്യന് മനസ്സിലാവുന്ന മലയാളത്തിൽ സംസാരിക്കുക. അതിന് ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തരോട് എന്റെ മുമ്പിലിരിക്കുക. ഞാൻ പല നേതാക്കന്മാരടുത്തും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ നിങ്ങൾ എന്റെ ഗസ്റ്റ് ആയിരിക്കും, ഞാൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. ഇല്ല രാജ, അത് ഇപ്പൊ പാർട്ടിന്ന് ചില വിലക്കുണ്ട് എന്നൊക്കെയാ പറഞ്ഞത്. അതെനിക്കറിയാം. ചില ആൾക്കാർക്ക് എന്റെ കൂടെ ഇരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, കാരണം അവരുടെ ചരിത്രം പറയാൻ വേണ്ടിയിട്ട്. ഉന്നതര നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി തൊട്ട് ഉള്ള ചില നേതാക്കന്മാര്. പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവര് പറഞ്ഞതെന്ന് വെച്ചാൽ രാജൻ തുറന്നാണ് സംസാരിക്കുക, ഞങ്ങളും തുറന്നാണ് സംസാരിക്കുക. പക്ഷെ ഞങ്ങൾ ലേബിൾ ചെയ്യപ്പെടും. രാജനായിട്ട് ഞങ്ങൾക്ക് എന്തോ അന്തർധാര ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. ഒരന്തർധാരയില്ല അവരായിട്ട്. എന്നാൽ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന് പ്രശ്നമില്ല, സംസ്ഥാന വക്താവ് വാചസ്പതിക്ക് പ്രശ്നമില്ല. സുരേന്ദ്രനുമായിട്ട് ഭിന്നചേരിയിലാണ് എന്നുള്ള അവസ്ഥയിൽ നിന്നിരുന്ന സന്ദീപ് വാര്യർക്ക് പ്രശ്നമില്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് പ്രശ്നമില്ല. നജ്മ തബ്ഷീറയ്ക്ക് പ്രശ്നമില്ല. MSFന്റെ ഹരിത വിവാദത്തിൽ നിന്നിരുന്ന ഞാൻ ഈ സാധിക്കരുത് തങ്ങളെ എല്ലാവരെയും പറയുന്നില്ലേ, മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നില്ലേ? ഒരിക്കൊന്നും പ്രശ്നമില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രശ്നമില്ല, ഷാഫിക്ക് പ്രശ്നമില്ല, മാങ്കൂട്ടത്തിന് പ്രശ്നമില്ല. BJP ഇപ്പൊ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മേജർ വീട്ടിൽ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസമാണ് ചെയ്തത്. അവനെ കുറച്ച് മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഫിസിക്കലി. സെൻകുമാറായിട്ടുള്ള ഇന്റർവ്യൂ എടുത്ത്. ചാണ്ടിയുമ്മൽ പ്രശ്നമില്ല. ചാണ്ടിയുമ്മന്റെ പിതാവിന്റെ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ആള് ഞാനാ. ഓൾക്ക് പ്രശ്നമില്ല. എത്ര മാനിയായിട്ട് പെരുമാറണേ. ചാണ്ടിയുമ്മൻ കഴിഞ്ഞ വർഷം ഇവിടെ എന്റെ സ്റ്റുഡിയോയിൽ, ഇവിടെ ഞാൻ അന്ന് ചെയ്യുന്ന ചാനലിൽ വന്നു. ഇവിടെ വന്നിരുന്ന് രാത്രി 9 മണിക്ക് എത്തിയിട്ട് ഞങ്ങൾ 12 മണിക്കാണ് പിരിയുന്നത്, ഒരുമിച്ച് വർഷം കഴിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മേയർ ആര്യ രാജേന്ദ്രൻ കൊടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ ചാണ്ടിയുമ്മന്റെ വീട്ടിൽ പോയി, അവിടുത്തെ പുതുപ്പള്ളി ഹൗസിൽ. അപ്പൊ നിയമസഭയുടെ സമയത്ത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ എയർ ചെയ്തിട്ടില്ല, അടുത്ത ദിവസം എയർ ചെയ്യും. രാജൻജി എന്ന് വിളിച്ചിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മള് ചാണ്ടിയുമ്മനേക്കാൾ പ്രായത്തിന് മൂത്തതാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ വരെ പറയുന്നു. അവരെ വീടിനകത്ത് വീട് വെക്കാൻ വേണ്ടി ഒരാളെടുത്ത് പറ്റിച്ചു, അത് അച്ഛന്റെ അബദ്ധം കൊണ്ട് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണു. പോരാ നേരത്തെ അവിടെ ഉള്ള മേശപ്പുറത്തുള്ള ഒരു ഉമ്മൻചാണ്ടിന്റെ പുസ്തകം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, 2-3 കോപ്പിയുണ്ട്, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോ, ഞാൻ വേറെ പുസ്തകം കൂടി ഉണ്ട്, പക്ഷെ അതിന്റെ കോപ്പി വേറെ ഇല്ല, അത് രാജൻജി എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിന് ഇനിയിപ്പോ തിരുവനന്തപുരത്തോ പുതുപ്പള്ളിയിലൊന്നും വരലുണ്ടാവില്ലോ, അത് കുഴപ്പമില്ല, ഞാൻ എപ്പോഴും എറണാകുളത്ത് വരുമ്പോൾ വിളിക്കാം, എനിക്ക് തിരിച്ചു വേണം, കാരണം എന്റെ അപ്പയുടെ ആ ഒരു പുസ്തകം എന്റെ അടുത്ത് വേറെ കോപ്പി ഇല്ല എന്ന് പറഞ്ഞു. എന്തൊരു ഡൗൺ ടു എർത്താ. ആ വീട്ടിൽ പോകുമ്പോണ്ടാ നമുക്കുണ്ടാവുന്ന ഫീൽ എന്താ? നമ്മളെ കൂടെയുള്ള ആൾക്കാരെടുത്ത്, നമ്മളെ കൂടെയുള്ള ക്യാമറാമാൻ, എന്റെ ചാനലിന്റെ ഉടമ, ഞങ്ങൾ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ, അവരോടൊക്കെ എന്ത് മാന്യമായിട്ടാണ് പെരുമാറണേ. TP സെൻകുമാർ DGP ആയിരുന്ന ആളാ, 38,000 പോലീസുകാരൻ തലപ്പത്തിരുന്ന ആളാ, IPSകാരൻ, അതും എക്കണോമിക്സിൽ ഡോക്ടറേറ്റുള്ള ആളാ. അയാൾ വീട്ടിൽ പോകുമ്പോൾ എന്തൊരു സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. അയാൾ ചോദിക്കുന്നു, അസുഖമായിരുന്നു, എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു കേട്ടല്ലോ. എവിടെ അങ്ങനത്തെ അല്ല, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അസുഖമാണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ വെച്ചാൽ ഈ JNVKയുടെ കമന്റുകളോട് പറഞ്ഞതാ മേജർ രവിയേട്ടൻ. ഈ കഴിഞ്ഞ വർഷം എനിക്കൊരു ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടത് അകത്ത് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഇല്ലായിരിക്കണം, അപ്പൊ ആരും എന്നെ ഫോണിൽ വിളിക്കരുത്, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ല സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു മൂഡില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടു. അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് മേജർ രവിയേട്ടൻ. അദ്ദേഹത്തിന് എന്താ ആവശ്യമാണ്?
സിനിമ ഡയറക്ടറാണ്. ഒരുപാട് സിനിമകൾ ഡയറക്ട് ചെയ്ത. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുള്ളി സിനിമ ഡയറക്ട് ചെയ്യാൻ തുടങ്ങിയ കാശ്മീർ ഉൾപ്പെടെയുള്ളത്. മേജറായിട്ട് റിട്ടയർഡ് ചെയ്തതാ. പുള്ളി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, എന്താ രാജാ പറ്റിയത്, വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കാത്തതെന്ന് പറഞ്ഞിട്ട്. അതേസമയം CPM നേതാക്കന്മാരെടുത്ത് ഞാൻ പോയിട്ട് അവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുസ്തകം ചാണ്ടിയമ്മന്റെ വീട്ടിൽ നിന്ന് എടുത്ത പോലെ ഒരു പുസ്തകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ പുസ്തകം എടുക്കാൻ ഏത് ലോക്കൽ സെക്രട്ടറി ആണെങ്കിൽ തന്നെ പറയും. നേരെ പുസ്തകം എടുക്കാൻ നിനക്ക് വേണമെങ്കിൽ ആ പുസ്തകം ഇന്ന ബുക്ക് സ്റ്റാളിൽ വിട്ടോ, അവിടെ പോയിട്ട് മേടിച്ചോ എന്ന് പറയും വിവരം കെട്ടവന്മാര്. ഞാൻ ഈ ചുങ്കത്തറ എന്ന് പറഞ്ഞ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ 10 വർഷത്തെ പ്രവാസം കഴിഞ്ഞിട്ട് ഞാൻ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി, ഇപ്പൊ ഞാൻ പേര് പറയില്ല, പുള്ളിയെ ഒരിക്കലും കൊന്ന് കീറിയതാ. അത് അവിടെയുള്ള നാട്ടുകാർ മുമ്പിൽ കീറിയതാ. ഏരിയ സെന്റർ അങ്ങപ്പോ പിന്നെ മൂപ്പരെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞ സഖാവേ, ഞാനിപ്പോ ഇവിടെ താമസാക്കിയിട്ടുള്ള ആളാണ്, പേരിന്നതാണ്. അപ്പൊ മൂപ്പർക്ക് 19 വയസ്സുണ്ട്. എന്നെക്കാൾ 10-15 വയസ്സിന് മൂത്ത ആളാ അന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാനും ഉണ്ട്, എന്റെ മുൻ ഭാര്യയുണ്ട്. അപ്പൊ കൂടെ ഒരു കല്യാണ വീട്ടിലേക്ക് പോയതാ. അപ്പൊ ഞാനിവിടെ തന്നെ താമസാക്കിയിട്ടുണ്ട്. പറയൂ. എന്നിട്ട് മൂപ്പര് നടക്കുക, സംസാരിക്കാൻ ഒരു സമയമില്ല. നമ്മൾ മൂപ്പരെ കൂടെ നടന്ന് സംസാരിക്കണം. ഇവന്റെയൊക്കെ തലക്കൻ എന്താന്ന് കരുതി, അതുകൊണ്ട് ശരിയാക്കി വിട്ടിയാണ്. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും രീതിയിലുള്ള സാധനം ഞാൻ ചെയ്തു കൊടുത്തു 2022 അവസാനം ആ നാട്ടില്. എന്നെ ഒരു പട്ടി തൊട്ടിട്ടില്ലാന്നേ. എന്നിട്ടും അവിടെ തന്നെ ആ നാട്ടിലാണല്ലോ ഞാൻ താമസിച്ചു. പിന്നെയും ഇവർക്ക് എന്ത് കോപ്പ ചെയ്യാൻ പറ്റിയേ? കൂടെ ആൾക്കാർ നിൽക്കുന്നവരെ ഇവര് തൊടില്ല, വർത്താനം പറയാൻ അറിയുന്നവരെ ഇവർ തൊടില്ല. പിന്നെ ഇവർക്ക് വണ്ടിയുമ്പോൾ പോകുമ്പോൾ വല്ല ഇടിപ്പിക്കാനേ പറ്റുള്ളൂ. ഇവരെന്താ കരുതിയേ? എന്നിട്ട് ഞാൻ അവിടെ തന്നെ DYFIന്റെ മേഖല ഈ ആഗസ്റ്റ് 15 വരെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്നെ വിളിച്ചു. അതിൽ വിളിച്ചപ്പോ ഞാൻ അവിടെ നിന്ന് അതിന്റെ സംഘാടക യോഗത്തിൽ ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള ഞാൻ പച്ച തെറിയ പറഞ്ഞു, പെണ്ണുങ്ങളാരുമില്ല. ഞാൻ പറഞ്ഞു ഇമ്മാതി പൂമാരെ കൂടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇയാളൊക്കെ ഞാൻ പറഞ്ഞു, അയാൾ വേദിയിലിരിക്കുക, ഇയാളൊക്കെ ആരാന്നാ കരുതിയത്? ഇയാൾ ഈ 19 വയസ്സിൽ ലോക്കൽ സെക്രട്ടറി ആയത് 24ാമത്തെ വയസ്സിൽ ലോക്കൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ ഐക്യകണ്ഠേന ലോക്കൽ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതാണ്. 24ാമത്തെ വയസ്സിൽ 21ാമത്തെ വയസ്സിൽ ലോക്കൽ കമ്മിറ്റി വന്നതാ. 18ാമത്തെ വയസ്സിൽ DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്ന മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേഖലാ സെക്രട്ടറി അന്നും ഇന്നും ഞാൻ. പഠിപ്പിക്കാൻ വരുന്നവര് JNVK തേറി പറഞ്ഞോണ്ടാ ഇങ്ങനെ പോടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡോട്ട് ഇട്ടിട്ട് പോനേന്ന് പറഞ്ഞോണ്ടാ പറഞ്ഞേ. അതിന്റെ അർത്ഥം എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുമല്ലോ. നീയൊക്കെ കണ്ട പോലെ കുട്ടിക്കട, നിനക്കൊക്കെ മറുപടി ഉണ്ടെങ്കിൽ ഇവിടെ വീഡിയോ ഇട്. ഇതിന്റെ അടിയിൽ നീ ഒരു വീഡിയോ ഇട്, അല്ലെങ്കിൽ നീ കൃത്യമായിട്ട് ടെക്സ്റ്റ് എടുത്ത് എണ്ണി ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ നീ ടെക്സ്റ്റ് എടുത്ത്. അതിന് കഴിവുള്ള ഒരുത്തൻ പോലും നീ ഈ പാർട്ടിക്കകത്തില്ല എന്നുള്ള അവസ്ഥയാണ് ഗതികെട്ടവന്മാര്. ഇവരെ കൂടെ എന്തെങ്കിലും വിളിക്കുമ്പോ അതും ആൾക്കാരുടെ പേര് പറയില്ല, വളരെ അടുത്ത സൗഹൃദമുള്ള CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ തന്നെയാണ്. വേറെ ചില സംസ്ഥാന നേതാക്കന്മാരുണ്ട്, അവര് പറഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ കൂടെ ഇപ്പിരുന്ന ഞങ്ങൾക്ക് ചീത്തപ്പേരാവും, നമ്മൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതുകൂടി ഞങ്ങൾക്ക് ഡാമേജ് ആവും എന്നൊക്കെ ഉള്ളത് ഒരു കേന്ദ്ര കമ്മിറ്റി അങ്ങ് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്താ എഴുതി, നിങ്ങളെ ജില്ലാ കമ്മിറ്റി കൂടി കഴിയുമ്പോൾ വിവരമൊന്നും കിട്ടില്ല എന്നോ? ഇന്ന് MV ഉമ്മേഷാണ് ആരോ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, അടച്ചിട്ട റൂമിൽ നടക്കുന്ന ചർച്ചകൾ പുറത്തേക്ക് വരില്ല. എന്ത് വരില്ലാന്ന്? ഇവിടെ കേന്ദ്ര കമ്മിറ്റി കൂടിയ ആൾക്കാർക്ക് വിവരങ്ങൾ കിട്ടണ്ടേ? എനിക്ക് കിട്ടാറില്ല. കേന്ദ്ര കമ്മിറ്റി കൂടി കഴിഞ്ഞാലോ PB കൂടി കഴിഞ്ഞാലോ, PB ഒക്കെ കേന്ദ്ര കമ്മിറ്റി കൂടി കഴിഞ്ഞാൽ അവിടുത്തെ ചർച്ച വരെ മെയിൻ സ്ട്രീം മീഡിയകൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ വിളിച്ചു കൊടുക്കാൻ ആളുണ്ട്. എന്തായാലും ഇവിടുത്തെ ജില്ലാ കമ്മിറ്റികൾ കൂടി കഴിഞ്ഞാലും സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ച നടത്തിയാലും വിവരം കിട്ടാൻ എനിക്കും മാർഗമുണ്ട്. ഈ പറയുന്ന ഒന്നുമല്ലാത്ത ഒരു പുഴു പോലെ കേവലം 13 മാസം മാത്രം, 2 വർഷമായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും 13 മാസം മാത്രം മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള എനിക്ക് ഈ വിവരങ്ങൾക്കുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ മാതൃഭൂമിക്കും മനോരമയ്ക്കും ഏഷ്യാനെറ്റിനും 24 ന്യൂസിനൊക്കെ എത്ര വലിയ സോഴ്സ് ഉണ്ടാവും? എന്തെങ്കിലും കരുതിയേ? വിവരമില്ലാത്തവന്മാര് വെറുതെ കിടന്ന് വർത്താനം പറയുക, കാണാ ഗുണ. എല്ലാ പാർട്ടിയിലും വിവരങ്ങൾ അറിയാൻ സോഴ്സ് ഉണ്ടെന്നേ. കോൺഗ്രസ്സുകാർ പിന്നെ അവരെന്നെ പച്ചയ്ക്ക് വിളിച്ചു പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും. അവരതിന്റെ പരിപാടി അത് തന്നെയാണല്ലോ. അങ്ങോട്ട് വേണമെങ്കിൽ അന്തയ്ക്ക് വിളിക്കും, പക്ഷെ പിറ്റേന്ന് ഒരുമിച്ച് ചായ കുടിക്കും, പിറ്റേന്ന് ഒരുമിച്ച് പിന്നെയും കമ്മിറ്റി കൂടും. വേണമെങ്കിൽ കസേര എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് അടിക്കും, പിറ്റേന്ന് പിന്നെ ഒരുമിച്ച് ജാഥയ്ക്ക് പോകും. അത് പിന്നെ അവർക്ക് കുഴപ്പമില്ല. ഏത് പാർട്ടിയിലെ വിവരങ്ങൾ ആൾക്കാർക്ക് അറിയാത്തത്? ഏത് പാർട്ടിയിലെ ചർച്ചയാണ് ആൾക്കാർക്ക് അറിയാത്തത്? അങ്ങനെ കേരള സ്വഭാവം ഒന്നും ഒരു പാർട്ടിക്കും ഇല്ലാന്നേ, അങ്ങനെ രഹസ്യ സ്വഭാവം.
അതിലുള്ള ആൾക്കാർ തന്നെ അപ്രിയകരമായിട്ടുള്ള അവർക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നവരടുത്ത് കൊടുക്കും. മിക്കവാറും വാട്സപ്പ് കോളേ ചെയ്യുള്ളൂ എന്ന് മാത്രം. ഇന്നത്തെ കാലത്ത് മാധ്യമ പ്രവർത്തകരെ അവർക്ക് വിശ്വാസമില്ല. ഇത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നാളെ ഭീഷണിപ്പെടുത്തുന്നു എത്തിയിട്ട്. ഓക്കെ എന്നാ JNVKയുടെ ചൊറിച്ചിൽ തീർന്നു ഞാൻ കരുതണം. JNVK ഇങ്ങനെ പിന്നെ പോടാ മോനെ മറ്റേ മോനെ മറിച്ചേ മോനെ എന്ന് പറഞ്ഞാൽ തെറി എഴുതാൻ മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവിടെ ഇരുന്നോ. അതല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് കൃത്യമായിട്ട് ടെക്സ്റ്റ് എഴുതാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കുക. നീയൊക്കെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മൂലധനമൊക്കെ പഠിച്ചിട്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദവും പിന്നെ ഉദാരവൽക്കരണവും സാമ്രാജ്യത്വവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ പഠിച്ച് കാണാപ്പാടം പഠിച്ചിട്ട് വന്നതല്ലേ. ഞാൻ പറഞ്ഞ ഒരു സാധനത്തെ ഗണ്ടിക്ക് നീ ഒറിജിനൽ പ്രൊഫൈലാണെങ്കിൽ അത് ഗണ്ടിക്ക്. അതിനുള്ള കഴിവ് വേണം, അതിന് വെല്ലുവിളിക്കാൻ. മാത്രമല്ല, നിങ്ങളെ ഈ അബ്ബാടി ബുക്ക് സഖാക്കളോ മറ്റോമാരോ മറിച്ചോമാരോ ഒക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ ജയിൻ രാജിനോട് ഒരിക്കലും കൊടുത്തതാണ്. ജയിൻ രാജ് പിന്നെ അവസാനം ഒഴിവാക്കിപ്പോയി, തന്തയ്ക്ക് വിളിച്ചു പോയി. അല്ലാതെ വർത്താനം പറയാൻ അറിയില്ല. ഇത് നമ്മളെ ജയരാജന്റെ മകൻ. ഇതേപോലെ തന്നെയാണ് പിന്നെ പി മോഹനമാഷ മകനും ഒരു പ്രാവശ്യം, അത് ഇപ്പോഴൊന്നും അല്ലേ, 10 വർഷം മുമ്പാ. പിന്നെ പ്രീജിത് രാജ്, PM മനോജ്, ഏത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാ. 2011 PM മനോജ് എനിക്കെതിരെ എന്തൊരു വലിയ പോസ്റ്റുകളായിരുന്നു. അന്ന് ഈ വീഡിയോ ഇല്ല, ഞാനന്ന് ഗൾഫിലാ. ഫൈറ്റ് തന്നെ വന്നേ. അന്നൊന്നും പിന്നെ ആൾക്കാർക്ക് അറിയില്ല. കാരണം വെച്ചാൽ അന്ന് ഫേസ്ബുക്ക് ഇത്ര വ്യാപകമായിട്ടില്ല. ഞാൻ ഈ 2009 തൊട്ട് ഇതിന്റെ കൂടെ ഉണ്ട്. അന്ന് കുറച്ചു പേരേ ഉള്ളൂ. ആ സർക്കിളിൽ എന്നും ഡിസ്കഷൻസാ, എന്നും ഡിബേറ്റ്സ് നടക്കുക. ഇവർ പേരെടുത്ത് പറഞ്ഞിട്ട് നമ്മളെ വിമർശിച്ചിട്ടുണ്ട്. അന്ന് തളർന്നിട്ടില്ല, ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്, തളർന്നിട്ടില്ല. അന്ന് ഭീഷണിപ്പെടുത്തിയവർ പലരും ഇപ്പം നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. കാരണം അവർ എത്ര പേര് റിഗ്രറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പറയോ. നിങ്ങൾ പറഞ്ഞ വഴി കൂടി തന്നെയാണുള്ളത് പോണെന്നുള്ളത്. നമുക്ക് അന്നേ അറിയരുത് നിങ്ങളെ പോകുന്നുള്ളത്. കാരണഭൂതൻ ഈ പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായി തീരുന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഇപ്പോഴെങ്കിലും മറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ. പിന്നെ എനിക്കെതിരെ കേസ് കൊടുത്ത അവളുണ്ടല്ലോ, അവളെ കെട്ടിയോനെ പൂട്ടാനുള്ള പണിയൊക്കെ എടുത്തിട്ടുണ്ട്. ബാലുശ്ശേരിയിൽ കഴിഞ്ഞ കുറേയൊക്കെ ധർമ്മജൻ നിന്നുകൊണ്ടാണ്. ധർമ്മജനെ കൊണ്ട് നിർത്തിയത് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഞാൻ അന്ന് തന്നെ UDFന്റെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അന്നൊന്നും ഞാൻ പിന്നെ മാധ്യമരംഗത്തില്ല. എനിക്കറിയാവുന്ന പലരോടും ഞാൻ പറഞ്ഞു, ധർമ്മജനെയും അതേപോലെ തവനൂരിൽ ഫിറോസ് കുന്നുംപറമ്പലിനെയും കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് കേട്ടുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു. മോനൊക്കെ ബഡായി ബംഗാവിൽ മാത്രമേ പറ്റുള്ളൂ. പിഷാരടി പറഞ്ഞിട്ട് സീറ്റ് കൊടുത്തതാ, രമേശ് പിഷാരടി. ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിയില്ലല്ലോ. അങ്ങനെ പിന്നെ കെട്ടിജലീലിനെതിരെ പിന്നെ ഇയാളെ അവിടെ കെട്ടിജലീലോട്ട് കൂടി ജയിച്ചു. ജലീലൊക്കെ പിന്നെയും നമുക്കൊരു സൗഹൃദമുള്ള ആളാണ്. ബാലുശ്ശേരി MLA പിന്നെ അടുത്ത ഒരു നിലം തൊടൂല. ഞാനാ പറയണേ. എന്നെ ഒരു ദിവസം നേരം തിരുവനന്തപുരം വരെ നടത്തിച്ചത് ഞാൻ മുതലാക്കി. ഞാനപ്പോൾ പോയിട്ട് പറഞ്ഞ ഇന്റർവ്യൂസ് എല്ലാം എടുത്തു. നല്ല രസമായിട്ട് എൻജോയ് ചെയ്തിട്ട് പോയി പോന്നു. സിജോ പാടിക്കൽ, സിജോ ചേട്ടൻ്റെ കൂടെയൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാ ഗൾഫിൽ. അപ്പോൾ എന്തായിരുന്നാലും വീണ്ടും ഞാൻ പറയുന്നു, JNVKയോട് വെല്ലുവിളിക്കുകയാണ്. JNVKയ്ക്ക് പറയാൻ പറ്റുന്ന മറുപടി പറ, അത്രയേ ഉള്ളൂ. ഇമ്മാതിരി തോന്നിയാസം കാണിച്ചിട്ട് മല്ലിക സാരാഭായിക്ക് പിന്നെ ഇനി 2 ലക്ഷം വെച്ചല്ലേ. ആരോ പൈസ ആരോ എടുത്തു കൊടുക്കണേ. കാരണകൂതൽ വീട്ടുന്ന കാരണകൂതൽ ടൂർ പഠിച്ചു പോരുക, ഇങ്ങനെ നടക്കുക, പിന്നെ നടക്കുക എന്നല്ലാത്ത കാരണകൂതൽ വീട്ടുന്ന കൊടുക്കണേ, കൈ നിർത്താൻ കൊടുക്കണേ. ഇവിടുത്തെ ഡേറ്റിംഗ് പഠിപ്പിക്കാൻ പറ്റുകയാണ് അവിടെ. അതാണെങ്കിൽ പിന്നെ നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിൽ ഡേറ്റിങ്ങിനെ കുറിച്ച് പിന്നെ ഇവിടെ പഠിപ്പിക്കാൻ തീരുമാനിക്കുക. അണ്ട് അതിന് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് അതിന്റെ ചാൻസ് ആക്കുക. കാരണം പുതിയ തലമുറയ്ക്ക് ഇപ്പൊ ഡേറ്റിംഗാണ് പഠിക്കണ്ടേ, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ അത് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ മോഹിനിയാട്ടം കുച്ചിപ്പിടിക്ക പിന്നെ പഠിപ്പിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്, അത് മോണിറ്റർ ചെയ്യാനും ഇവിടെ ആൾക്കാരുണ്ട്. ഇവർ വരുന്നും കൂടി ഇല്ലല്ലോ ഇവിടെ. വർഷത്തിൽ എത്ര പ്രാവശ്യം വന്നിട്ടില്ലേ? പിന്നെന്തിനാ ഇവർക്ക് 2 ലക്ഷം വെച്ച് കൊടുക്കണത്? എന്നിട്ട് ഈ പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുക, എന്നിട്ട് കേന്ദ്രത്തിന് മുമ്പ് പോയിട്ട് കൈ നീട്ടുക. ഞങ്ങൾക്ക് കേന്ദ്രം തരുന്നില്ല എന്ന് പറയാം. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, തോമസ് ഐസക്കോ ബാലഗോപാലോ അല്ല കേന്ദ്രത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി. അവർ കൃത്യമായിട്ട് പിന്നെ എക്കണോമിക്സ് പഠിച്ച ഒരാളാണ്. അതിൽ MPhil എടുത്ത വ്യക്തിയാണ്. ഉടായ്പ ഡോക്ടറേറ്റ് അല്ല. മനസ്സിലായില്ലേ? അവർക്കറിയാം ഈ രാജ്യത്തെ എങ്ങനെയൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, എങ്ങനെയൊക്കെ സ്റ്റേറ്റുകൾക്ക് എത്ര പരിധി വരെ ലോൺ കൊടുക്കാം. എല്ലാ സ്റ്റേറ്റും ചോദിക്കുകയാണ് 1000 കോടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ രാജ്യം തകരും. ശ്രീലങ്ക തകർന്ന മാതിരി, അല്ലെങ്കിൽ പാകിസ്ഥാൻ തകർന്ന പോലെ പട്ടിണിയാവും.
ഓട്ടന്മാർ വെറുതെ വർത്താനം പറയുക. ശരിയെന്നാ, ഗുഡ് നൈറ്റ്. ഇനിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വരുന്നതല്ല. ഇന്ന് അത്യാവശ്യം കുറേ വീഡിയോകളായി. പിന്നെ കണക്ഷൻ ആണെങ്കിലും വളരെ സ്ലോ ആണ്. ഇതിപ്പോൾ ചൊറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.